കുർബാന തർക്കം പാതിരിയെ പഞ്ഞിക്കിട്ടു. എറണാകുളം അങ്കമാലി അടിരൂപതയിൽ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിക്കണം എന്ന വിഷയത്തിൽ തുടരുന്ന മുട്ടനടി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ കുർബാന കളിക്കാൻ വരുന്ന പാതിരികളെ വിശ്വാസികൾ എടുത്ത് പഞ്ഞിക്കിടുമെന്ന് ഞങ്ങൾ പറഞ്ഞ ആ പ്രവചനവും നിവൃത്തിയായി. കഴിഞ്ഞ ദിവസം പൂജ്യം മലബാർ സംഘടനയുടെ എറണാകുളം അങ്കമാലി ബ്രാഞ്ചിൻ്റെ അധീനതയിലുള്ള തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പ്രസാദഗിരി പള്ളിയിൽ കയറി സിനഡ് കുർബാന കളിക്കുവാനുള്ള നിയോഗവുമായി വന്ന പുതിയ വികാരി ഇൻചാർജായ ജോൺ തോട്ടുപുറം പാതിരിയുടെ പുറത്തു കയറിയിരുന്നാണ് വിശ്വാസികൾ പൊങ്കാലയിട്ടത്. കുർബാന കളിക്കുവാൻ പാതിരി തൻ്റെ കുണ്ടാമണ്ടികൾ മേശപ്പുറത്ത് നിരത്തിവെച്ച് മൈക്ക് മോണാക്കി പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ എന്ന് പറഞ്ഞു തീർന്നില്ല. സമാധാനം നിന്റെ ലോഹയിൽ നാലായി മടക്കി വെച്ചേരെ എന്ന് പറഞ്ഞ് പാതിരിയുടെ മുതുകിൽ ആദ്യ അടി വീണു. പിന്നീട് വിശ്വാസികൾ ചേർന്ന് കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല കാൽവെപ്പ് ശുശ്രൂഷകൾ തുടങ്ങി. ആമേൻ മുഴങ്ങിയ പള്ളികളിൽ തായും വായും കൂട്ടിയുള്ള തെറിവിളികൾ മുഴങ്ങി. അലമുറയിട്ടുകൊണ്ട് ഓടിയ പാതിരിയെ വിശ്വാസികൾ ഓടിച്ചിട്ടടിച്ചു. ഓടിയ വഴിക്ക് നിലത്ത് വീണ പാതിരിയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചതോടെ അന്ന് ആദ്യമായി പാതിരി സ്വർഗം കണ്ടു. ഏകീകൃത കുർബാന കളിയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന ഒരു പള്ളിയാണ് കോട്ടയത്തിനും എറണാകുളത്തിനും ഇടയ്ക്കുള്ള ഈ തലയോലപ്പറമ്പ് പള്ളി. സിനഡ് കുർബാനയെ എതിർക്കുന്ന ഈ പള്ളിയിൽ വികാരിയായിരുന്ന ജെറിൻ പാലത്തിങ്കലിനെ സഭാ നേതൃത്വം സ്ഥലം മാറ്റി. പകരം അവിടെ ഏകീകൃത കുർബാന കളിക്കുക എന്ന ടാസ്കുമായി വന്ന പുതിയ വികാരി ഇൻചാർജായ ജോൺ തോട്ടുപുറം പാതിരിയെയാണ് വിശ്വാസികൾ അടിച്ച് റൊട്ടിയാക്കിയത്. എനിക്ക് ഉമ്മറ കുർബാനയും കളിക്കേണ്ട പൃഷ്ഠക്കുർബാനയും കളിക്കേണ്ട, എന്നെ ജീവനോടെ വിട്ടാൽ മതി എന്ന് കാല് പിടിച്ച് പറഞ്ഞതോടെയാണ് വിശ്വാസികൾ ഇടിനിർത്തിയത്. അങ്ങനെ കൂതാശപ്പണിക്കാരന്മാരെ അടിച്ച് റൊട്ടിയാക്കിയ കേരളത്തിലെ ആദ്യ തിരുസഭ എന്ന ഖ്യാതിയും പൂജ്യം മലബാർ സഭ കരസ്ഥമാക്കി. പഴയ വികാരി ജെറിൻ പാലത്തിങ്കലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് തന്നെ അടിച്ച് പഞ്ചറാക്കിയതെന്ന് കാണിച്ച് പുതിയ വികാരി ജോൺ തൊട്ടുപുറം തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതുപോലെ ഹോസ്പിറ്റലിലും പോയി അഡ്മിറ്റായി. പഴയ വികാരിയും പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട്. ഇരു കൂട്ടർക്കുമെതിരെയും ഇതുവരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതൊക്കെ കേട്ട് വട്ടായി ഒരു പുട്ടും മനസ്സിലാകാത്തവർക്കായി ഈ കുർബാന തർക്കം എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. 3 തരം കുർബാനകളിയാണ് സീറോ മലബാർ സഭയിലുള്ളത്. ഒന്ന്, ജനാഭിമുഖ കുർബാന അല്ലെങ്കിൽ ഉമ്മറ കുർബാന എന്ന് പറയും. വൈദികൻ പൂർണ്ണമായും ജനങ്ങളെ അഭിമുഖീകരിച്ച് നിന്നാണ് ഈ കുർബാന കളിക്കുന്നത്. എറണാകുളം, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, പാലക്കാട്, മാനന്തവാടി, താമരശ്ശേരി രൂപതകളിൽ ഈ രീതിയായിരുന്നു പാലിച്ചു പോന്നിരുന്നത്. 2, അൾത്താരാഭിമുഖ കുർബാന അഥവാ പിന്നാമ്പുറ കുർബാന. വൈദികൻ മുഴുവൻ സമയവും അൾത്താരാഭിമുഖമായിയാണ് നിൽക്കുക. ചങ്ങനാശ്ശേരി അടിരൂപതയിൽ സ്വീകരിച്ചിരിക്കുന്ന രീതിയാണിത്. 3, രണ്ടും തുല്യമായി ഉപയോഗിക്കുന്ന 50-50 ഫോർമുല. കോതമംഗലം, കാഞ്ഞിരപ്പള്ളി, പാലാ, ഇടുക്കി, തലശ്ശേരി രൂപതകളിൽ ഈ രീതിയാണ് പിന്തുടരുന്നത്. 1999 സിനഡാണ് ഏകീകരണ ഫോർമുലയായ 50-50 നിർദ്ദേശിച്ചത്. വിവിധ രൂപതാകളിൽ ഇതിൽ ഇളവ് വാങ്ങി നേരത്തെ ഉപയോഗിച്ചിരുന്ന രീതി തുടരുന്നു. അടുത്തയിടെ ചേർന്ന സിനഡ് 1999 തീരുമാനം നടപ്പിലാക്കുവാൻ തീരുമാനിച്ചപ്പോഴാണ് ജനാഭിമുഖ കുർബാന തുടരുന്ന സ്ഥലങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായത്. എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിച്ചാലും ഇവന്മാരുടെ നോട്ടം മുണ്ണക്കുഞ്ഞാടുകളുടെ നിക്കറിൽ കിടക്കുന്ന കാശിലേക്കാണ് എന്നതിൽ മാത്രമാണിപ്പോൾ ഒരു ഏകീകരണം സഭയിലുള്ളത്. തങ്ങൾ കൊളുത്തിവിട്ട കുർബാന വിവാദത്തിൽപ്പെട്ട് പാതിരികൾ ഇടികൊണ്ട് തൂർന്നത് കണ്ട് മെത്രാന്മാർ അണ്ടിപ്പരിപ്പം നിന്ന് കയ്യിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ പറയുവാനുള്ളത് ഇത്രമാത്രം. പിതാവേ, ഈ മോൻ്റെ മോന്മാർ ചെയ്യുന്നത്
എന്തെന്ന് ഇവന്മാർക്ക് തന്നെ വെളിവില്ലാത്തതിനാൽ ഇവന്മാരോട് ക്ഷമിക്കരുതേ എന്ന് പോലീസിൻ്റെ പ്രത്യേക അറിയിപ്പുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തലയോലപ്പറമ്പ് പള്ളിയിൽ ഒരു തരത്തിലുള്ള കുർബാനകളെയും ഉണ്ടായിരിക്കുന്നതല്ല. ആ വഴിയെങ്ങാനും ഏതവനെങ്കിലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വന്നാൽ മുട്ടുകാല് തല്ലിയൊടിക്കും എന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.